ഇപ്പോൾ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടയിൽ കച്ചവടം കൂട്ടാൻ വേണ്ടി ശ്രുതി പുതിയൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ നിന്നും ഒരു നിശ്ചിത തുക ഡൗൺ പേയ്മെന്റ് മേടിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് എന്താണോ ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെയാകുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ പണം കടയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം 4 ലക്ഷം രൂപയോളം ഒരു ദിവസം തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് കടയിൽ. ആ പണം എല്ലാം ലോക്കറിലായിരുന്നു നമ്മുടെ ശ്രുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ശ്രുതിയും കൂടി ചേർന്നിട്ടാണ് അവിടെ പണം വെച്ചത്. എന്നാൽ ഒരു ദിവസം പ്രവീൺ ആണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് ശ്രുതിയുടെ അടുത്ത് പണം ചോദിക്കുകയാണേ. അതും ചെറിയ എമൗണ്ട് ഒന്നല്ല, 10 ലക്ഷം രൂപയുടെ അടുത്താണ് ചോദിക്കുന്നത്. ശ്രുതിയുടെ അടുത്ത് പണം ചോദിക്കുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ പണം ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എനിക്ക് ഒരിക്കലും ഇപ്പം 10 ലക്ഷം രൂപ തന്നിട്ട് അവർക്ക് വൺ ടൈം സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഒരിക്കലും അവൻ ഡിസ്റ്റർബ് ചെയ്യില്ല, അവളുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ആ സമയത്ത് ശ്രുതിയെ കൊണ്ട് അത്രയും പണം കൊടുക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു കേട്ടോ. സച്ചിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയും, പണം തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇത്രയും വലിയ തുക എനിക്ക് തരാൻ വേണ്ടി പറ്റില്ല, എന്തായാലും പണം കുറച്ച് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ഇപ്പം താ, ബാക്കി പണം പിന്നെ നീ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. പക്ഷെ എവിടുന്ന് പണം അറേഞ്ച് ചെയ്യുന്നുള്ള കാര്യം അറിയാതെ ശ്രുതി നിൽക്കുമ്പോഴാണ് ശ്രുതിയുടെ കടയിൽ ലോക്കറിനകത്ത് വെച്ച പണത്തെ കുറിച്ചിട്ട് നമ്മുടെ ശ്രുതി ആലോചിക്കുന്നത്. ആ പണം എടുത്തിട്ട് പ്രവീണിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി, ആരും അറിയാതെ. പിന്നെ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ സച്ചിയും രേവതിയും കൂടി എവിടെ പോകുന്ന സമയത്താണ് രേവതിയുടെ കൂടെ പൂവൊക്കെ കിട്ടുന്ന 2 ചേച്ചിമാരുണ്ട്. ഈ ചേച്ചിമാര് 15,000 രൂപ വെച്ചിട്ട് അവിടെ ശ്രുതിയുടെ കടയിൽ കൊടുത്തിട്ടുണ്ട്. ആ പണം തിരികെ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടയിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അവിടെയുള്ള ഒരു സ്റ്റാഫാണ് ഈ സ്ത്രീയുടെ അടുത്ത് പറയുന്നത്. ഇവരുടെ മകന് ആക്സിഡന്റ് പറ്റിയിട്ട് പെട്ടെന്ന് തന്നെ സർജറി വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർക്ക് പണത്തിന്റെ ധൃതി ഉള്ളതാണ്, അതുകൊണ്ടാണ് പണം മേടിക്കാൻ വേണ്ടി ചെല്ലുന്നത്, എന്നാൽ അവർ തരില്ല എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ചേട്ടന്റെ കട എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ സച്ചിയുടെ അടുത്ത് പോയിട്ട് സഹായം ആവശ്യപ്പെടുകയാണ്. ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പണം തിരികെ തരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പോയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലുവാണ്. ആ കട ഇപ്പോൾ ഉള്ളത് രവീന്ദ്രന്റെ പേരിലാണ്. കാരണം രവിയുടെ പണം കൊണ്ടാണ് ഇവർ ഈ കട തുടങ്ങിയ എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണ് ഇത്. സച്ചി ചെന്ന് നേരിട്ട് ചോദിക്കുന്ന സമയത്ത് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് ശ്രുതി പറയുന്നത്. അത് നീ എങ്ങനെയാ പറയാ, ഞാൻ അച്ഛനുമായിട്ട് സംസാരിക്കാം, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണല്ലോ ഈ കടയുടെ ഇപ്പോഴത്തെ ഓണർ, അച്ഛൻ സമ്മതിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷേ ശ്രുതിക്ക് അറിയാം അച്ഛൻ എന്തായാലും ഇങ്ങനത്തെ കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണം തിരികെ കൊടുക്കണം എന്നുള്ള കാര്യം പറയും. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും 30,000 രൂപയല്ലേ 2 പേർക്കും കൂടി തരാനുള്ളത്, അത് ഞാൻ തരാം എന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അതിനകത്ത് വെച്ചിരിക്കുന്ന പണമൊക്കെ നമ്മുടെ ശ്രുതി ഓൾറെഡി എടുത്തല്ലോ, അത് ഇതുവരെ നമ്മുടെ ശ്രുതി അറിഞ്ഞിട്ടില്ല. അങ്ങനെ ശ്രുതി പോയിട്ട് ലോക്കറിൽ നിന്ന് പണം എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പും ശ്രുതി പറയുന്നുണ്ട് ഇപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ പണം ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞ് വിട്ടാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ടാൽ അവൻ അച്ഛനെ വിളിക്കും, പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത സീനാവും, അതിനേക്കാൾ നല്ലത് അങ്ങ് തിരികെ കൊടുക്കുന്നതാണ്, അത് വെറും ഒരു 30,000 രൂപേന്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ലോക്കർ തുറന്നു നോക്കാം എന്ന് പറഞ്ഞിട്ട് ലോക്കർ തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പൈസ പോലും ഇല്ല കേട്ടോ. ഇതിലുള്ള പണം എവിടെ പോയെന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ശ്രുതി നിൽക്കുന്നത്. എന്നാൽ സച്ചിയുടെ അടുത്ത് ഈ കാര്യം ചെന്ന് പറയുമ്പോൾ ചുമ്മാ ഉടായി പറക്കാണ് പണം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യമാണ് ആദ്യം സച്ചി വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും പണം പോയി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണ്. ഇതിന്റെ പിന്നിലെ എന്തായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതി എല്ലാവരുടെ മുമ്പിലും പറയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു ഭാര്യയും ഭർത്താവും കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് കഷ്ടപ്പാടൊക്കെ പറഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ ഇവർ ജോലി കൊടുത്തതാണ്, അതുകൊണ്ട് ഇവരായിരിക്കും എടുത്തതെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി അങ്ങ് സ്ഥാപിച്ചെടുക്കുവാണ്. അവരെ അപ്പം തന്നെ കടയിൽ നിന്ന് ഇറങ്ങി പോകാനും പറയുന്നുണ്ട്. 1 വീക്കിനുള്ളിൽ എടുത്ത പണമൊക്കെ തിരികെ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് ഇറക്കി വിടുന്നത്. എന്തായാലും 30,000 രൂപയിൽ ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചിട്ട് പണം അയച്ചു കൊടുക്കുന്നുണ്ട്. എപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിയുടെ കയ്യിൽ നിന്നാണല്ലോ പണം പോകുന്നത്. കാരണം ശ്രുതി ഒരാളെ പറ്റിച്ചത് കൊണ്ട് അത് കർമ്മം പോലെ നിന്നെ എല്ലാവരും പറ്റിക്കുന്നതാണ്. എന്തായാലും നീ വീട്ടിലേക്ക് വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതിന്റെ പേരിൽ വീട്ടിലും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സച്ചി രേവതിയും കൂടി ചേർന്നിട്ടാണല്ലോ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കടയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വലിയ ആളാവാനൊക്കെ നോക്കുന്നുണ്ട്. ഇത് അങ്ങനെ പറയാൻ പറ്റില്ല എന്നും രേവതിയും സച്ചിയും അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലോ, അതിലൊരിക്കലും അവരുടെ അടുത്ത് ഇടപെടരുതെന്നുള്ള കാര്യം പറയാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ വായൊക്കെ അടപ്പിക്കുന്നുണ്ട് കേട്ടോ രവി. എന്തായാലും പണം ആരാ എടുത്തെന്നുള്ള കാര്യം ഉടനെ കണ്ടുപിടിക്കണം, പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യാനൊക്കെയാണ് രവി പറയുന്നത്. പോലീസിനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം എല്ലാവരും സത്യം അറിയല്ലോ. അങ്ങനെ അവരും ഭയന്നിട്ട് നിൽക്കുവാണേ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ 2 സ്റ്റാഫ് ഉണ്ടല്ലോ ഇവർ പറഞ്ഞു വിട്ട് അവര് ഒരു വക്കീലിനെയും കൂട്ടിയിട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ
പക്ഷെ വക്കീൽ പുറകിൽ വരുന്നതുകൊണ്ട് ആദ്യം ഇവർ രണ്ടുപേരും മാത്രം കയറി വരുന്നതാണ് ശ്രുതിയും കാണുന്നത്. അവരെ കാണുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതാ പണം കൊണ്ടിട്ട് അവന്മാർ പേടിച്ചിട്ട് വരുവാണെന്നുള്ള കാര്യമാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ കയറി വരുന്നുണ്ട്. അവരുടെ കൂടെ എന്താ വക്കീലിനെ പോലെ ആരോ ഒരാളാണല്ലോ കയറി വരുന്നത്. ഒരുപക്ഷെ സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും എന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് ശ്രുതി ഇങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും അവരരികിലേക്ക് ചെല്ലുന്നുണ്ട്. അവരെ കണ്ട ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇത്ര നാള് നിങ്ങൾ എവിടെ പോയതായിരുന്നു? പണം കൊണ്ടിട്ടാണോ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏത് പണമെന്നോ? നിങ്ങൾ മോഷ്ടിച്ച പണം? മര്യാദയില്ലാതെ സംസാരിക്കരുതെന്ന് ആ പെണ്ണ് പറയുന്ന സമയത്ത് അവരുടെ ഭർത്താവ് പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇവിടെ അടുത്തൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല റാണി, ഇത് നോക്ക് ശ്രുതി എന്നുള്ള കാര്യം പറയണേ. ശ്രുതിയോ? എന്താണ് നീ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ലേ നിങ്ങളുടെ പേര്, കാരണം ഇത്രയും നാള് ശ്രുതി സാർ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വിളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അതൊരു ഷോക്കായിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഇനി കാര്യങ്ങൾ ഞങ്ങളല്ല സംസാരിക്കുന്നത്, ഞങ്ങളുടെ വക്കീൽ സംസാരിക്കുന്നുള്ള കാര്യം പറയണേ ആ വന്നവൻ. അല്ലെങ്കിൽ വക്കീലിന്റെ അടുത്ത് എന്ത് സംസാരിക്കാനാണ്? നിങ്ങളല്ലേ പണം മോഷ്ടിച്ചെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, മിസ്റ്റർ ശ്രുതി, ഇവരല്ല പണം മോഷ്ടിച്ചത്, അവര് മോഷ്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടോ എന്നുള്ള കാര്യം വക്കീലിന്റെ അടുത്ത് ശ്രുതി ചോദിക്കുമ്പോൾ, അവര് മോഷ്ടിച്ചത് നിങ്ങൾ കണ്ടോ എന്ന് തിരിച്ച് ശ്രുതിയുടെ അടുത്ത് വക്കീൽ ചോദിക്കാണേ. അപ്പൊ നിങ്ങൾ പണം തരാനുള്ള ഉദ്ദേശമില്ലല്ലേ? ഇതുകൊണ്ടാണ് ശ്രുതി ഞാൻ പറഞ്ഞത് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ള കാര്യം. അത് കേട്ട ഉടനെ വക്കീൽ പറയുന്നുണ്ട്, ഇനി എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങള് പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ പണം ഇവരെടുത്തെന്നുള്ള കാര്യം നിങ്ങൾ പോലീസിന്റെ അടുത്ത് പറഞ്ഞോ? അപ്പോൾ ഇവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യോ എന്നുള്ള കാര്യമൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ, ഇവരെന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് വരിക. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീയുടെ അടുത്ത് നിങ്ങൾ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു, അതിലുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ഇങ്ങോട്ട് വരുന്ന വക്കീല് പറയാണേ. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീയുടെ അടുത്ത് നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആര് ഞാനോന്ന് ചോദിക്കേണ്ടേ ശ്രുതി? അതിനിടയ്ക്ക് ശ്രുതിയും പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ നോൺസെൻസ് പറയുന്നത്? എന്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ അനാവശ്യം പറയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഭർത്താവാണ് അനാവശ്യമായിട്ടുള്ള രീതിയിൽ നടന്നത്. ജോലിക്ക് വന്ന പാവപ്പെട്ട ഒരു സ്ത്രീയെ ഇവർ വരട്ടിയിട്ട് ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചു. അയ്യോ സാർ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാന്നൊക്കെ പറയുമ്പോൾ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഉരുണ്ട് കളിക്കുകയാണോ എന്ന് ചോദിക്കണേ. അയ്യോ സാർ, ഞാൻ അങ്ങനത്തെ പെട്ട ആളല്ല, ഞാൻ ഡീസന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇതാണോ നിങ്ങളുടെ ഡീസൻസി? നിങ്ങളെ ഈ സ്ത്രീയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു, അവരുടെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്തു, ആ സമയത്താണ് നിങ്ങൾ ഇവരുടെ തലയിൽ മോഷണ കുറ്റം ചുമത്തിയത്. അതും കൂടി കേൾക്കുമ്പോഴേക്കും ശ്രുതിയുടെ കാറ്റ് പോയ പോലെ അവിടെ അങ്ങ് ഇരുന്നു പോവാണേ. അത് കഴിഞ്ഞ് ശ്രുതിയാണ് ഇവിടെ സംസാരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജെന്റിൽമാൻ ആണ്, ഇതുപോലത്തെ കാര്യമൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും ജെന്റിൽമാൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. സാർ, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, ചുമ്മാ ആവശ്യമില്ലാത്ത കുറ്റങ്ങളൊന്നും എൻ്റെ ഭർത്താവിന്റെ മേലെ ചുമത്താൻ വേണ്ടി നോക്കണ്ട. എടി റാണി, നീ എന്താടി മനസ്സിൽ വിചാരിക്കുന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി അവരുടെ നേരേക്ക് ചെല്ലുവാണേ. നിങ്ങളുടെ ഭർത്താവാണ് മോശപ്പെട്ട രീതിയിൽ നടന്നത്, എടാ റാസ്കൽ എന്ന് പറഞ്ഞിട്ട് അവന്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അപ്പോഴേക്കും എന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ക്ലയൻസിനെ വരട്ടുവാണോ? ശ്രുതി എന്റെ ക്ലയൻസിനെ നേരെ തെറ്റായിട്ട് രീതിയിൽ നടക്കാൻ വേണ്ടി ശ്രമിച്ചു, അതിനുള്ള പ്രൂഫ് ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ, എന്ത് പ്രൂഫ് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അതൊക്കെ ഞങ്ങൾ കോടതിയിൽ കാണിച്ചോളാം. ഞാൻ എന്തായാലും ഇപ്പൊ പോലീസിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഇവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സത്യമൊക്കെ പുറത്തു വരുന്ന പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ വക്കീല്. അപ്പോഴേക്കും ശ്രുതി പുറകെ ചെല്ലുന്നുണ്ട്. അയ്യോ സാർ, അതൊന്നും ചെയ്യരുത് സാർ, എന്റെ മാനം പോ, ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ, എന്റെ ഭാര്യയുടെ അടുത്ത് പോലും ഞാൻ അവളുടെ പെർമിഷൻ ഇല്ലാതെ തൊടു പോലും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, എല്ലാവരും വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ പുറത്തുള്ള ആൾക്കാരെ വരട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നത്. സാറിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. സാർ, എന്റെ ഈ ഷോറൂമിൽ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് ഞാൻ ചിരിച്ചിട്ട് പോലും ഒന്നും സംസാരിക്കാറ് പോലുമില്ല. സാറിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുന്നു പറയുമ്പോഴേക്കും ആ സ്ത്രീകൾ എല്ലാവരും തലതാഴ്ത്തുവാണ് കേട്ടോ. സാർ, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ശ്രുതി വീണ്ടും പറയുമ്പോൾ, നിങ്ങൾ ചെയ്തോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ പോലീസുകാർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. സാർ, ഇവർ മനഃപൂർവ്വം എന്റെ ഹസ്ബൻഡിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കഥകൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും, കല്യാണമായിട്ടുള്ള ഒരു പെണ്ണ് ഒരിക്കലും ഒന്നും സംഭവിക്കാതെ ചുമ്മാ ഒരു കാര്യം പറയില്ല. നീ പറ റാണി, ഇവര് നിന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, സാർ, അവരെന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഇവിടെ പറയാന്ന് വെച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണേ. ദൈവത്തെ പോലെ കണ്ടതാണ് അവര് എന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും അഴുകിലേക്ക് ചെന്ന് ശ്രുതി പറയുന്നുണ്ട്, എടി പാപി, നീ ഒന്നും അറിയാത്തവളാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇത്ര നന്നായിട്ട് നീ അഭിനയിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ രണ്ടുപേരെയും പാവാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ജോലി തന്നതാണ്, അങ്ങനത്തെ ഞങ്ങളുടെ നേർക്ക് നീ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര ദേഷ്യപ്പെടുവാണ് കേട്ടോ. സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാനൊക്കെ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി സംസാരിക്കുന്ന കാണുമ്പോഴേക്കും അവരുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, സാർ കണ്ടില്ലേ സാർ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. സാർ, ഇവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്റെ വൈഫ് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരത് നോക്കുക പോലും എന്നാൽ അവരും അതിനു വേണ്ട ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി എന്തായാലും കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, അപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലായിക്കോളും എന്നുള്ള കാര്യം പറയുകയാണേ.
അയ്യോ സർ അങ്ങനെയൊന്നും ചെയ്യല്ലേ, എന്റെ മാനം പോകുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കെഞ്ചിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവർക്ക് മാനനഷ്ടത്തിന് നിങ്ങൾ ഇവർ എടുത്തു എന്ന് പറഞ്ഞില്ലേ പണം 4 ലക്ഷം, അത് തിരികെ കൊടുത്താൽ മതി എന്നുള്ള കാര്യം പറയാണേ. അയ്യോ സർ 4 ലക്ഷം രൂപയോ? ഇപ്പൊ തന്നെ ഓൾറെഡി 4 ലക്ഷം കാണാത്തതിന്റെ പേരിൽ എങ്ങനെ പണം ഉണ്ടാക്കുമെന്ന് അറിയാതെ നടക്കുവാണ് ഞാന്. ഇനി ഒരു 4 ലക്ഷം കൂടി സർ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് കേസ് അങ്ങനെ പോയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇവർക്ക് ഇവിടെ ജോലി കൊടുത്തതല്ലേ, അതിന്റെ പേരിൽ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ 1 ലക്ഷം രൂപ തരാം എന്ന് ശ്രുതി പറയുകയാണേ. അപ്പോഴേക്കും വക്കീൽ വെക്കുന്നുണ്ട് അത് മതിയെന്ന്. ആ മതി എന്നുള്ള രീതിയിൽ തലയാട്ടുകയാണ്. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ 25,000 രൂപ ഈ മാസം കൊടുക്കാം, പിന്നെ 4 മാസമായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാണ്. 25,000 രൂപ അപ്പം തന്നെ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാസം കറക്റ്റ് പണം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് തിരികെ വരുമ്പോൾ പോലീസും കൂടി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ എന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെ പണമൊക്കെ ആയിട്ട് അവരവിടുന്ന് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയും ആകെ പെട്ടു. കാരണം ഓൾറെഡി 4 ലക്ഷം എടുത്തു, ഇപ്പോൾ 1 ലക്ഷം ആ ഒരു ഇതിന്റെ പേരിൽ പോവുകയും ചെയ്തല്ലോ. മൊത്തത്തിൽ 5-6 ലക്ഷം രൂപ നഷ്ടം വന്നിട്ട് നിൽക്കുവാനുണ്ട് നമ്മുടെ ശ്രുതി. അതുപോരാത്തതിന് ഇനി പണം കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പീഡന കേസിൽ ശ്രുതിയെ അകത്താക്കുകയും ചെയ്യും. ഇനി വരുന്ന സമയത്ത് പോലീസിനെ വിളിച്ചുകൊണ്ടാണ് അവർ വരിക എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. ഇനി ശ്രുതി പണം കൊടുക്കാതിരിക്കോ, പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്